പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരു സഹോദരിയുടെ നയനങ്ങളെ ഈറനണിയിച്ച സംഭവമാണ്, അല്ലെങ്കിൽ ഹൃദയസ്പർശിയായ ഒരു അനുഭവത്തെക്കുറിച്ച്. അതൊരു കത്തിൻ്റെ രൂപത്തിലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ആ കഥ വായിച്ചു, ഒപ്പം എൻ്റെ കണ്ണുകളും ഈറനണിഞ്ഞു. ഇനി നമ്മൾ ആ സംഭവം എന്തൊക്കെയാണെന്ന് നോക്കാം. കത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, ഇന്നെന്നെ വളരെയേറെ വേദനിപ്പിച്ച, ചിന്തിപ്പിച്ച ഒരു സംഭവം നിങ്ങൾക്ക് മുന്നിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയാണ്. രാവിലെ ഷോപ്പിലെത്തി അത്യാവശ്യം ചെയ്യേണ്ട ജോലികൾ ചെയ്തുകൊണ്ടിരിക്കവേ ഒരച്ഛനെയും മകളെയും കാണുവാനിടയായി. ആ മകൾക്ക് ഉദ്ദേശം 14-15 വയസ്സ് തോന്നിക്കും. അവളുടെ അച്ഛനോടുള്ള വർത്തമാനങ്ങളും ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴുള്ള അവളുടെ കൗതുകവും എൻ്റെ ശ്രദ്ധ അവളിലേക്ക് ആകർഷിക്കപ്പെട്ടു. വാഷിംഗ് സോപ്പ് എടുക്കാൻ എത്തിയപ്പോൾ അവൾ എല്ലാം എടുക്കും, തിരിച്ചു വയ്ക്കും, മണത്തു നോക്കും. ഇതല്ലല്ലോ അച്ഛാ നമ്മുടെ സോപ്പ് എന്ന് പരിഭവത്തോടെ പറയുന്നു. അച്ഛൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ ഓരോന്നും അവൾ എടുക്കുമ്പോൾ അതിലൊരു പുതുമയുണ്ട് എന്ന് എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ മോളും ഇതേ പ്രായത്തിൽ എത്തി നിൽക്കുന്നത് കൊണ്ടാവാം ഞാൻ അവളെ പിന്തുടർന്നു. അച്ഛനോടുള്ള അവളുടെ സ്നേഹവും കൊഞ്ചലും കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, എല്ലാ പെൺമക്കളും അച്ഛൻ്റെ രാജകുമാരിയാണ്. അതിനുശേഷം പയറും കടലയും എടുത്തിട്ട് ഇതിൽ ഏതാണച്ഛാ ഗ്രീൻ പീസ് എന്ന് ചോദിച്ചപ്പോൾ ആ അച്ഛൻ മകളെ ചേർത്ത് പിടിച്ച് ഞാനും അറിയാതെ ചിരിച്ചുപോയി. അത് കഴിഞ്ഞ് അവൾക്ക് വേണ്ടുന്ന സാനിറ്ററി പാഡ് എടുക്കാൻ വന്നപ്പോഴും ആ കൺഫ്യൂഷൻ. ഓരോ ബ്രാൻഡ് എടുക്കുന്നു, നോക്കുന്നു, തിരിച്ചു വയ്ക്കുന്നു. ഏതാണ് വേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. ഏതാ അച്ഛാ എന്ന് അവൾ അച്ഛനോട് ചോദിക്കുന്നു. അച്ഛൻ അല്പം പരിഭവത്തോടെ തിരിച്ച് മകളോട് ചോദിക്കുന്നു, അത് നിനക്കറിയില്ലേ എന്ന്. അയാളുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. എക്സൽ ആണോ, എക്സൽ പ്ലസ് ആണോ എന്ന് അച്ഛൻ ചോദിച്ചു. അതൊക്കെ അമ്മയ്ക്കല്ലേ? ഇത്രയുമേ അവർ പറഞ്ഞുള്ളൂ. രണ്ടുപേർക്കുമിടയിൽ പറയുവാൻ വാക്കുകളില്ലാതെയായി. ഞാൻ ഓരോന്നും എടുത്തു കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിലൊന്ന് എടുത്തിട്ട് പറഞ്ഞു, ഓക്കെ ആൻറ്റി, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അവളുമായി സംസാരിച്ചു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, ഞാനും അച്ഛനും ഇതൊന്നും വലുതായിട്ട് വന്ന് വാങ്ങിയ ശീലമില്ല, അമ്മയാണ് എല്ലാം വാങ്ങിത്തരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നെന്തേ അമ്മ വരാഞ്ഞതെന്ന്. എൻ്റെ ചോദ്യം കേട്ടതും അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടു. അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നു. ഞാൻ അവളെ സ്നേഹത്തോട് തലോടി കാര്യങ്ങൾ അന്വേഷിച്ചു. വിറയാർന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു, അമ്മ ഞങ്ങളെ വിട്ടുപോയി എന്ന്. അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു എന്നാണ് അവൾ മറുപടി നൽകിയത്. അവളുടെ മറുപടി കേട്ട് എൻ്റെ ശരീരം തണുത്തു ഭാരമില്ലാത്ത ഒരു അപ്പൂപ്പൻ താടിയെപ്പോലെ ആയെന്നെനിക്ക് തോന്നി. മോളെയും ചേർത്ത് പിടിച്ച് ബില്ലിംഗ് കൗണ്ടറിലേക്ക് നടന്നു നീങ്ങി അച്ഛനെ. അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ നനവും നിസ്സഹായമായ അവസ്ഥയും മങ്ങിയ കാഴ്ചയോട് മാത്രമേ അവരെ എനിക്ക് പിന്നീട് കാണുവാൻ കഴിഞ്ഞുള്ളൂ. ഈ സംഭവം എന്നെ വളരെ ചിന്തിപ്പിച്ചു. എൻ്റെ മകളെ ഞാൻ ആ സ്ഥാനത്തു നിർത്തി നോക്കി. അതെ, നമ്മൾ അമ്മമാർ കുറച്ചധികം മക്കളുമായി കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളവരാണ്. അതിനർത്ഥം അച്ഛൻ അങ്ങനെയല്ല എന്നല്ല പറഞ്ഞതിൻ്റെ പൊരുൾ. ഇത് വായിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വന്തം മക്കളെ ഈ സ്ഥാനത്തൊന്ന് സങ്കല്പിച്ച് നോക്കൂ. സ്വന്തമായി ഉപയോഗിക്കുന്ന വാഷിംഗ് സോപ്പ് ഏതെന്നറിയാതെ, പയറും കടലയും ഗ്രീൻ പീസും ഏതെന്നറിയാതെ, ഏത് പാടാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയാതെ നിൽക്കുന്ന കുട്ടികളാണോ? അതിനവരെ പ്രാപ്തരാക്കണം. നമ്മളാണോ തെറ്റുകാർ? നമ്മൾ മനുഷ്യരാണ്. അച്ഛനോ അമ്മയോ പെട്ടെന്ന് ഇല്ലാണ്ടായിപ്പോയാൽ നമ്മളെ കുട്ടികൾ അവർ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തരായിരിക്കണം. അതിനു വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയണം, അല്ലെങ്കിൽ ചെയ്തിരിക്കണം. വീട്ടിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ഒരു ദിവസം പൂർണ്ണമാകുന്നത്, അതിൽ അച്ഛൻ്റെയും അമ്മയുടെയും പങ്ക് എന്താണ് അറിയണം. നമ്മുടെ മക്കളെ എല്ലാം അറിയിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വളർത്തണം. അവിടെയാണ് അച്ഛനമ്മമാരുടെ കടമ നിർവഹിക്കപ്പെടേണ്ടത്. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മളോ കഷ്ടപ്പെട്ട് ജീവിച്ചു, നമ്മുടെ മക്കളെയെങ്കിലും കഷ്ടപ്പാടുകൾ അറിയിക്കാതെ എന്ന് നമ്മൾ ചിന്തിക്കരുത്. കാരണം ഭാവി ജീവിതം അവരുടേതാണ്. അതിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ സമൂഹത്തിൽ ഒറ്റപ്പെടാതിരിക്കാൻ ഏത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യുവാൻ അവരെ മുന്നിലേക്ക് പോകുന്നതിന് നമ്മളവരെ പ്രാപ്തരാക്കണം.
വിദ്യാഭ്യാസം മാത്രമല്ല, അറിവും നമുക്ക് അവർക്ക് നേടിക്കൊടുക്കേണ്ടതുണ്ട്. അതിന് അച്ഛനമ്മമാരുടെ തുറന്ന മനസ്സുണ്ടാവണം. എൻ്റെ കുട്ടി അല്ലലറിയാതെ വളരണം എന്നല്ല, എൻ്റെ കുട്ടിയെല്ലാം അറിഞ്ഞു തന്നെ വളരണം എന്ന ചിന്ത മാതാപിതാക്കളിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മൾ പെട്ടെന്ന് ഇല്ലാതായാലും അവർക്കത് ഉൾക്കൊള്ളാനും മുന്നിലേക്കുള്ള പാതയിൽ ചങ്കുറപ്പോടെ യാത്ര ചെയ്യുവാനും കഴിയൂ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. മാതാപിതാക്കളെ, നിങ്ങളുടെ കൈകളിലാണ് എല്ലാം. സ്വയം പ്രാപ്തരാകാൻ അവരെ നമ്മൾക്ക് പ്രാപ്തരാക്കാം. ഹാവ് എ നൈസ് ഡേ.